ചടഞ്ഞുകൂടിയിരുന്ന ഗൗരിയെ എല്ലാവരും കൂടെ പൊക്കിക്കൊണ്ടുവന്ന് നാൽപ്പരാമയിട്ട് വെള്ളത്തിലേക്ക് മുക്കിയെടുത്തു കൊണ്ടുവന്ന് ഇരുത്തി. മേക്കപ്പ് ദേവിന് അലർജി ആയതുകൊണ്ട് ജസ്റ്റ് വർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഗോൾഡൻ കളർ സാരിയിൽ ഗൗരി മിന്നി തിളങ്ങി. ഗോൾഡൻ കളറിനോടൊപ്പം ഇളം പച്ചയും കൂടി ചേർന്നോടെ പെണ്ണ് വേറെ ലെവലായി. ദേവിൻ്റെ സെലക്ഷനാണ് സാരി എന്നൊക്കെ അമ്മ പറയുന്നുണ്ട്. കണ്ടവരെല്ലാവരും നല്ല അഭിപ്രായം തന്നെയാണ് പറയുന്നത്. കണ്ണാടിയുടെ മുന്നിൽ നിന്നപ്പോൾ ഗൗരിക്കും തോന്നി ഈ സാരിയിൽ താൻ അതീവ സുന്ദരിയാണെന്ന്. ദേവിൻ്റെ അമ്മ തന്നെ ആഭരണം മാത്രമേ ഗൗരി അണിഞ്ഞുള്ളൂ. പഴയ മൂക്കുത്തിക്ക് പകരം ആഭരണപ്പെട്ടിയിലെ മൂക്കുത്തി കൂടി അണിഞ്ഞതോടെ ഗൗരി ഗോതമ്പിൻ്റെ നിറമുള്ള പെണ്ണായി. പുറത്തേക്കിറങ്ങിയ ഗൗരിയെ കണ്ട് ആലുവിനെ കണ്ണ് മഞ്ഞളിച്ചു. ഇളം വെയിലേക്ക് നോക്കിക്കൊണ്ടവൻ കണ്ണ് വലിച്ചു തുറക്കുന്ന കണ്ട് ഉണ്ണി തലക്കിട്ടൊന്ന് കൊടുത്തപ്പോഴാണ് അവൻ്റെ കണ്ണ് പച്ചളിച്ചു തുടങ്ങിയത്. അമ്മയുടെയും അച്ഛമ്മയുടെയും ഉണ്ണിയേട്ടൻ്റെയും മാമൻ്റെയും അനുഗ്രഹം വാങ്ങി അവൾ മനസ്സ് നിറഞ്ഞ് ദേവിക്ക് മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചു. കണ്ണെട്ടിനെ കാണുമ്പോൾ അരുതാത്തൊന്നും തോന്നിപ്പിക്കില്ല ദേവി. താലികെട്ട് അമ്പലത്തിൽ വെച്ചായിരുന്നു. മണ്ഡപത്തിലേക്ക് ഉണ്ണിയുടെ കൈയും പിടിച്ച് ഗൗരി ദേവതയെ വെല്ലും വിധം നടക്കുകയാണ്. ദേവ് നേരത്തെ എത്തിയിട്ടുണ്ട്. ഗോൾഡൻ കളർ കുർത്തയും വെള്ളമുണ്ടുമാണ് അവൻ്റെ വേഷം. നെറ്റിയിൽ പതിവിന് വിപരീതമായി ചന്ദനക്കുറയുമുണ്ട്. സ്ത്രീകളെല്ലാവരും ചുവന്ന ബ്ലൗസും സെറ്റ് സാരിയുമാണ് ധരിച്ചത്. പുരുഷന്മാർ ചുവന്ന നിറത്തിലുള്ള കുർത്തയും വെള്ളമുണ്ടും. മണ്ഡപത്തിലിരുന്ന് ദേവ് അവളെ കണ്ണിമ വെട്ടാതെ നോക്കിക്കൊണ്ടിരുന്നു. കറുത്ത ചായത്തിൽ മുക്കിയ കരുനീല കണ്ണുകളും നീളം മൂക്കിന് ഭംഗി കൂട്ടിയ മൂക്കുത്തിയും വിടർന്ന അതരങ്ങളും വെളുത്ത കവിള് ഒന്നുകൂടി ചുവന്ന് തൊടുത്തിട്ടുണ്ട്. ചന്ദന നിറമുള്ള കഴുത്തിലെ മാറ്റുകൂട്ടി സ്വർണ്ണമാലകളും തുടുത്തി നിൽക്കുന്ന മാറിലാഗമനം മുല്ലപ്പൂവും ഒതുങ്ങിയ അരക്കെട്ടും നനുത്ത പാദവും. ദേവ് അവളെ ആദ്യമായി കാണും പോലെ നോക്കിയിരിക്കുകയാണ്. അവൾ അടുത്ത് വന്നിരുന്നിട്ട് ദേവിന് ആ കിക്ക് വിട്ടു പോയിരുന്നില്ല. പെണ്ണിൻ്റെ ഒടുക്കത്തെ ഗ്ലാമർ കണ്ട് വണ്ടരച്ചു പോയ ചെക്കന് പെങ്ങള് പിറകിൽ നിന്നുള്ളിയപ്പോഴാണ് സ്ഥലകാലബോധം വന്നത്. ഗൗരിക്കാണെങ്കിൽ ദേവ് വായ നോക്കുന്ന കണ്ട് ചിരിയും കരച്ചിലും ഒരുമിച്ച് വരുന്നുണ്ട്. എന്തോന്ന് വായ നോട്ടം, ആൾക്കാർ എന്ത് കരുതും? ചെറുതായിട്ട് അവൻ്റെ നോട്ടം അങ്ങോട്ട് സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. ദേവ് മാത്രമല്ല, അമ്മയും അച്ഛനും ശിവയും മൂപ്പോളെല്ലാം തൻ്റെ വരവ് കണ്ട് കിളി പോയി നിന്നെന്ന് തോന്നുന്നു. അമ്മയ്ക്കൊന്ന് പുഞ്ചിരിച്ചു കൊടുത്തു. ആ കണ്ണുകളിലുണ്ട് നേരത്തെ നനവ്. അഗ്നിസാക്ഷിയായി താലികെട്ടിനിടെ നൈസായി നെറ്റിലൊരു ചുംബനം കൊടുത്ത് ദേവ് സിക്സർ അടിച്ചു. പ്രദക്ഷിണം വെക്കുമ്പോഴും ദേവ് അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചിരുന്നു. ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന മട്ടില്, മറ്റാർക്കും പകത്തു കൊടുക്കാനാവാത്ത വിധം അവൻ്റെ ഹൃദയം അവൾക്കായി മാളിക പണിതു. തുളസിമാല പരസ്പരം ചാർത്തുമ്പോൾ അവൻ്റെ നോട്ടത്തിൽ കുടുങ്ങി പോവാതിരിക്കാൻ ഗൗരി കിണഞ്ഞ് പരിശ്രമിച്ചാലും വിജയം കണ്ടില്ല. ഒരു വേള കണ്ണുറക്കിക്കൊണ്ടുള്ള അവൻ്റെ നോട്ടം താങ്ങാനാവാതെ ഗൗരി നാണത്താൽ പൂത്തുലഞ്ഞു. ഭക്ഷണ ഹാളിൽ തൻ്റെ കഴിവ് മുഴുവൻ പുറത്തെടുത്ത് കുഞ്ഞിയുടെ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സ്ഥിരം പരിപാടി തന്നെ, പൊരിഞ്ഞ വായനോട്ടം. കോഴികൾക്കൊരു ടെസ്റ്റ് നടത്തുന്ന ഇവൻ ഒന്നല്ല 1000 കപ്പ് ഒന്നിച്ചടിച്ചേന്. ശിവയുമുണയും കുഞ്ഞുട്ടിനെ നോക്കി എന്തോ പറഞ്ഞ് പൊട്ടിച്ചിരിച്ചു. നല്ല പോളിംഗ് നടത്തുന്നുണ്ട്. ദേ പെണ്ണെ, അത് മുഴുവൻ കഴിച്ചിട്ട് എണീറ്റാൽ മതി. അതും പറഞ്ഞ് ദേവ് മാലയ്ക്ക് ഊരി എങ്ങോട്ടോ പോയി. ദേവ് പോയതും വൈകിയും ആൽബിയും യതുവുമെല്ലാം പാവം ഗൗരിയെ വളഞ്ഞു. പുളിയിഞ്ചിയും പച്ചവെള്ളവും മാങ്ങച്ചാറും കഴിപ്പിച്ച് കുടിപ്പിച്ചും അവളെ ഒരു വിധമാക്കി. ആദ്യ രാത്രി കലക്കാനുള്ള സൈക്കോളജിക്കൽ മൂവ് ആണ് അവിടെ നടക്കുന്നതെന്ന് അറിഞ്ഞതോടെ ദേവ് ഓടിയെത്തി. അതോടെ ഓക്കെ സ്ഥലം കാലിയാക്കി. രാവിലെ ഒന്നും കഴിക്കാൻ കൂട്ടാക്കാതെ ഇരുന്നപ്പോൾ അമ്മ വാരി തന്നുകൊണ്ട് വയറ് കാഞ്ഞിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഏറ്റില്ല. വൈകുന്നേരം തന്നെ റിസപ്ഷൻ വയ്ക്കാൻ എന്നുള്ള തീരുമാനം പെട്ടെന്നായിരുന്നു. രണ്ടുപേരും ഒരേ നാട്ടുകാരായതുകൊണ്ടും കൊറോണ ഒന്ന് ചൈനയിൽ നിന്ന് പുറപ്പെട്ടതുകൊണ്ടും കുറെ പേര് പങ്കെടുത്തു. ദേവിൻ്റെയും ഗൗരിയുടെയും ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. കാവിലപ്പൻ ബെറ്റ്സ് ഭദ്രകാളി എന്ന ഫ്ലെക്സോടെ മുന്നിൽ അവരെ ഫോട്ടോ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എന്തോന്നടേ, പാങ്ങൾ ജീവിച്ചു പൊക്കോട്ടെ. സ്കൈ ബ്ലൂ കളർ ഫ്രോക്കിൽ ഗൗരി വന്നത് കണ്ട് ദേവ് ശിവയുടെ മുഖത്തേക്ക് നോക്കി പല്ലുറുമി. ഫ്രോക്കൊക്കെ കൊള്ളാം, പക്ഷെ മേക്കപ്പ് ഇതെന്താടി, അപ്പോക്സിന്റെ പെയിന്റോ? ഗൗരിയുടെ സുന്ദരമായ മുഖത്ത് പെയിന്റ് അടിച്ചു വെച്ചതുപോലെ മേക്കപ്പ് വാരി തേച്ചുകൊണ്ട് ദേഷ്യം വന്നു. റിവഞ്ചാണ് കേട്ടോ, ഇങ്ങനെയല്ലേ പൂരെടുക്കാൻ പറ്റൂ. എന്നാലും എന്നോടിത് വേണ്ടായിരുന്നു ശിവ. ഇതൊന്ന് കഴുകി കഴിയണമെങ്കിൽ ഒരു ദിവസം വേണമല്ലോ. അതിന് ശിവയൊന്ന് ഇളിച്ചു കാണിച്ചു. അമ്മയും ശിവയെ കണക്കിന് ചീത്ത പറയുന്നുണ്ട്. എന്നാലും കാണാനൊരു ലുക്കൊക്കെ ഉണ്ട്. ദേവ് നോക്കുമ്പോൾ ഗൗരി നനഞ്ഞ പൂച്ചക്കുട്ടികളെ പോലെ ഇരിക്കുന്നുണ്ട്. ആദ്യമായിട്ടിടാന്ന് തോന്നുന്നു. ആ ശിവയൊന്ന് കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഞെക്കി കൊല്ലാമായിരുന്നു. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന ചിന്തയിലായിരുന്നു ഗൗരി. എല്ലാവർക്കും ചിരിച്ചു കൊടുത്ത് മടുത്തും. അതിനിടയ്ക്ക് ഫോട്ടോ എടുപ്പും. ഇവന്മാരെ ക്യാമറ ഞാൻ തല്ലി പൊട്ടിക്കും. പുറമെ ചിരിച്ചെങ്കിലും ഉള്ളിൽ ആ ചേട്ടന്മാരെ അവൾ പ്രാഗി കൊല്ലുന്നുണ്ടായിരുന്നു. ദേവ് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടെങ്കിലും ഗൗരി മിണ്ടാതിരുന്നു. എന്നെ കുറേ വെള്ളം കുടിപ്പിച്ചതല്ലേ, കുറച്ചു നേരം എൻ്റെ കള്ളക്കണ്ണ വെള്ളം കുടിക്കും. അവൾ മനസ്സാലെ പറഞ്ഞു അവനോട് ഗൗരവം നടിച്ചു.
ഗൗരിയുടെ കുത്തിരുന്ന് വീർത്തൊരിക്കുമ്പോൾ അണിയറയിൽ നല്ല ചർച്ച നടക്കാണ്. ഗൗരിയേച്ചിക്ക് പണി കൊടുത്താൽ ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞു കൊടുക്കും എന്ന് കുഞ്ഞിട്ടൻ പറഞ്ഞുകൂടെ ആരവ് അവനെ സോപ്പിട്ട് പതപ്പിക്കുകയാണ്. പഞ്ചസാര നല്ലതാടാ, നല്ല മധുരമായ വാക്കുകൾ ഒഴുകി വരും. ആണോ? കുഞ്ഞിട്ടന് സംശയം. ഞാൻ എത്രയോ പരീക്ഷിച്ചുണ്ട്. അനർഘ നിർഗളമായ മധുര മലയാളം പുറത്തേക്ക് ഒഴുകും. ആരവ് ഹൊളികണ്ണാലെ അവനെ നോക്കി. എന്നാൽ പിന്നെ ഒരു കൈ നോക്കാലോ. കുഞ്ഞിട്ടൻ പച്ചക്കൊടി കാട്ടിയതോടെ ആരവ് ഫുൾ ഫോമിലായി. അവൻ തൽക്കാലം വായനോട്ടം വിട്ട് അടുത്ത ഓപ്പറേഷനിലേക്ക് നീങ്ങി. ക്ഷീണിച്ച വശയായ ഗൗരിയെ ശിവയാണ് റൂമിലാക്കിയത്. ചെറിയച്ഛൻ എവിടെയാണാവോ, ഒന്ന് കാണാമായിരുന്നു. അവൾ ശിവയോട് ചോദിക്കാൻ വേണ്ടി നിന്നപ്പോഴാണ് അമ്മ വന്നത്. മോള് പോയി കുളിച്ച് കിടന്നു, നാളെ എല്ലാവരെയും കാണാം എന്ന് അമ്മ അവളോട് പറഞ്ഞു. തലയാട്ടിക്കൊണ്ട് വാതിലടിച്ച് തിരിഞ്ഞു. ഷെൽഫിനടുത്തേക്ക് നടക്കുമ്പോഴാണ് ദേവിന്റെ ശബ്ദം കേൾക്കുന്നത്. അതോടെ ഇടുപ്പ് പൊക്കി പിടിച്ചു വാതിലിനടുത്തേക്ക് ഓടി മെല്ലെ തുറന്നു. ആദ്യരാത്രിക്ക് പാലും പഴമൊന്നും ഇല്ല അമ്മേ, ദേവാണ് ചോദിക്കുന്നത്. അയ്യോ, ഇയാൾക്ക് എന്ത് കേടാണ്, അമ്മയോടാണ് ചോദിക്കുന്നത്. അമ്മ തല്ലാൻ കയ്യൊങ്ങുന്ന കണ്ട് ദേവ് ഓടി വന്ന് വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറി. ആദ്യരാത്രിയിൽ പാല് മുഖ്യം പികിലെന്ന് പറഞ്ഞ് വരുന്ന ദേവിനെ കണ്ട് ഗൗരിക്ക് ചിരി വന്നു. ദേവാണെങ്കിൽ റൂമിൽ കയറി തോർത്തും മുണ്ടെടുത്ത് ഒറ്റ പൂക്കായിരുന്നു ബാത്റൂമിലേക്ക്. അത് കണ്ടത് ഗൗരിക്ക് സഹിച്ചില്ല. തോർത്തെടുത്ത് ഓനേക്കാളും സ്പീഡിൽ ഓടി. വാതിൽ ചെന്ന് രണ്ടും കുടുങ്ങി. വലിയ റൂമിൽ അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂം, പക്ഷെ വാതിൽ ചെറുതാണ്. അവസാനം ദേവ് തന്നെ താഴ്ന്നു കൊടുക്കേണ്ടി വന്നു. ഇന്ന് വന്നതല്ലേ, നാളെ മുതൽ ഞാൻ ശരിയാക്കി തരാടി മോളെ, മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൻ പിറകോട്ട് നിന്നതും ഗൗരി അകത്തോട്ട് പോയി. പിന്നെ ഒന്നും നോക്കിയില്ല. അവളെ പിന്നാലെ കയറി ഡോർ അങ്ങോട്ട് ലോക്ക് ചെയ്തു. ഞാൻ മലയാളി ആയതുകൊണ്ട് പാളി നോക്കിയിട്ടും ശീലമില്ല, അതുകൊണ്ട് ഇവിടെ വരി, നമ്മൾ കാറുവിനൊന്ന് പോയി നോക്കാം. സംഗതിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, നേരം കുറേയായി. ഈ ചെക്കനെ പെണ്ണ് എന്താ പുറത്ത് ചാടാത്തത് എന്ന് വിചാരിച്ച് ആരവ് ഇങ്ങനെ നിൽക്കാണ്. 1 2 3 4 5 6 7 8 9 10 കൃത്യമായിരത്തെന്നെത്തിയതും വാതിലും തുറന്ന് ദേവ് റൂമിന് വെളിയിൽ നിന്ന് ഭരതനാട്യം കുച്ചിപ്പുടിയും ഒരുമിച്ച് കളിക്കുന്ന കണ്ട് ആരവ് തലതല്ലി ചിരിച്ചു. ദേവ് മാത്രമല്ല ഗൗരിയും ഉണ്ട്. മുടിയൊക്കെ ഭദ്രകാളിയെ പോലെ ആക്കി റൂമിനകത്തുനിന്ന് വരുന്നു. ദേവിന്റെ കാട്ടിക്കൂട്ടിൽ കണ്ട് ആരവ് ചിരിച്ച് പുറത്ത് ചാടിയതും ഗൗരിയും ദേവും മുഖത്തോട് മുഖം നോക്കി. ചിരിച്ച് ചാവാനായി കിതച്ചുകൊണ്ട് നിൽക്കുന്ന ആരവിനെ ഇടുപ്പിലും കൈവച്ച് ഗൗരി സൂക്ഷിച്ചു നോക്കി. അണ്ണാച്ചി മത്തങ്ങ മൂറൻ എങ്ങനെയുണ്ടാളിയാ, ഫസ്റ്റ് നൈറ്റ് കൊളായല്ലേ എന്ന് പറഞ്ഞ് ഇളിച്ചുകൊണ്ടിരിക്കുന്ന ആരവിനെ രണ്ടും കൂടെ റൂമിലേക്ക് ഉന്തി വാതിലടച്ചു. അപ്പോഴും പറഞ്ഞില്ലേ ഈ കോന്തന്റെ പണിയാണെന്ന് ഗൗരി ദേവിനോട് പറഞ്ഞു. അവൻ ചെന്ന് ഉറുമ്പുകളുടെ കടിയും കൊണ്ട് കിടക്കട്ടെ, നീ വാ എന്നും പറഞ്ഞ് ദേവ് ഗൗരിയുടെ കൈയും പിടിച്ച് പുറത്തേക്ക് പോയി. പോകുന്ന വഴിക്ക് ഗൗരി ഇതുവരെ കാണാത്ത മറ്റൊരു വാതിൽ തുറന്ന് ഗൗരി അകത്തേക്ക് കയറി. ചെറിയച്ഛൻ ഉറങ്ങിക്കിടക്കുകയാണ്. കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിയാണ് രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങിയത്. എങ്ങോട്ടോട്ടെ ഈ നട്ടപ്പാതിരയ്ക്ക്? പുറത്തേക്ക് പോകുന്നതിൽ ഗൗരി ചോദിച്ചു. നിന്നെ കൊല്ലാൻ കൊണ്ട് പോവാ, വന്ന് കേറടി. ശബ്ദമുയർന്ന് ഗൗരി അവന്റെ പിറകിൽ കയറി ഇരുന്നു. ദേവിന്റെ ബുള്ളറ്റിന് പിറകിലിരുന്ന് തണുത്തി വിറകുള്ളവേ അവൾ അവന് ഇറകിയെ പുണർന്നു. എന്തായാലും ആരവ് പണിത് നന്നായി. ആഗ്രഹിച്ച സ്ഥലത്ത് ആദ്യ രാത്രി പോകാൻ പറ്റി. ദേവിന്റെ ചിന്ത അതായിരുന്നു. ആരവ് ഒറ്റയ്ക്ക് ഉറുമ്പിന്റെ കടയും കൊണ്ട് കിടക്കുന്ന ആലോചിച്ച് ഇരുവരും കുറെ ചിരിച്ചു. അല്പം ബുദ്ധി കൂടുതലാണ്, അത് കുറച്ച് ഉറുമ്പുകൾ തിന്നട്ടെ. ഈ പിള്ളേർക്കൊന്നും മനസ്സിലായില്ല എന്ന് തോന്നുന്നു. കുറെ നേരമൊക്കെ വണ്ടറടിച്ചിരിക്കുന്നു. അതായത് ആക്ച്വലി എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ, പള്ളി നീരാട്ട് കഴിഞ്ഞു വന്ന് ദേവ് പണ്ടത്തെ ഏതോ പാട്ടും വെച്ച് ഗൗരി മുടി ഉണക്കുന്നത് നോക്കി കട്ടിലൊന്ന് ചാഞ്ഞു കിടന്നതാണ്. മുല്ലപ്പൂ നിറച്ചു വെച്ച കട്ടിലിൽ 2 മിനിറ്റ് കിടന്നപ്പോഴേക്ക് പുറത്ത് എന്തോ കടിക്കും പോലെ അവന് തോന്നി. ഒന്നല്ല, ഒരു 3-4 ഒപ്പം കടിച്ചപ്പോൾ ദേവ് പോയി. ലൈറ്റിട്ട് നോക്കുമ്പോൾ എല്ലാം രസം. ഉറുമ്പുകൾ വരി വരിയായി സീനൊപ്പാൻ വരുന്ന കാഴ്ചയാണ് ഗൗരിയും ദേവും കാണുന്നത്. പഞ്ചസാര വെള്ളം സ്പ്രേ ചെയ്ത് വെച്ചതിലേക്ക് ഉറുമ്പുകൾ വരുന്നത് കണ്ടപ്പോഴേ തോന്നിയതാ ഇതാ മരക്കോന്നന്റെ പണിയാണെന്ന്. കട്ടില് മാത്രമല്ല, റൂമിന്റെ നിലത്തും ഇത് തന്നെ അവസ്ഥ. പിന്നെയൊക്കെ ചെറിയൊരു ഡ്രാമ. ആരവാണ് പണി വെപ്പിച്ചതെങ്കിലും അവൻ പുറത്തുണ്ടാവുമെന്ന് അവർക്കറിയാമായിരുന്നു. അതാണ് നടന്നത്. സംഗതി നൈസായെന്ന പാളി എന്ന് മാത്രം. വയലിലേക്കുള്ള വയ്യരികിൽ ബുള്ളറ്റ് നിർത്തി ദേവ് ഗൗരിയുടെ കൈ പിടിച്ച് മുന്നോട്ട് നടന്നു. ഇതെങ്ങോട്ടാ ഏട്ടാ, പാടത്ത് പണിയെടുക്കാൻ കൊണ്ടുവന്നതാണോ? അവരെ നോക്കി കുനിഷ്ഠ ചോദ്യം ചോദിച്ച് ഗൗരി അവിടെ നിന്നു. നീ വരുന്നുണ്ടോ, അതോ ഞാൻ എടുത്തോണ്ട് പോകണോ? ദേവ് ഒരിത്തിരി കലിപ്പ് അഭിനയിച്ചുകൊണ്ട് നോക്കി. വേണ്ട, ഞാൻ വരാം. മുന്നിൽ നടക്കുന്ന ദേവിനെ പിറകിൽ നിന്ന് ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവൾ അവന്റെ പിന്നാലെ നടന്നു. മെല്ലെ പിടിക്ക് പെണ്ണെ, ഗതി കെട്ടാണ്ട് ഈ ചളിയിലെങ്ങാനും നീ വീണ കാത്തുവെച്ചതെല്ലാം ഗോവിന്ദ. എന്നാ ഏട്ടനെ ഉന്തിയിട്ടാലോ? കുസൃതി ചിരിയോട് ഗൗരി അവന്റെ നേരെ നോക്കുമ്പോഴേക്കും അവൻ അവളുടെ അരക്കെട്ടിൽ പിടുത്തമിട്ടിരുന്നു. അവന്റെ ചൂണ്ടുവിരൽ നീട്ടിയെടുത്തേക്ക് മിഴികളിൽ ഓടിച്ചു. ഗൗരിയുടെ ചൊടുകിൽ പുഞ്ചിരി വിരിഞ്ഞു. നീല വെളിച്ചം കൊണ്ട് അലങ്കരിച്ച ഏറുമാടം. ആദ്യരാത്രി അവിടെ ആഘോഷിച്ച മതിയോ എന്നുള്ള ദേവിന്റെ ചോദ്യത്തിൽ അവൾ നാണത്താൽ മിഴികൾ കൂമ്പിയടിച്ചു. വയലിനക്കരെ മരത്തിൽ കെട്ടിയുണ്ടാക്കി ഏറുമാടത്തിലേക്ക്
ദേവ് അവളെ കൊണ്ടുപോയി. 2 അടിക്കാൻ സ്ഥിരമായി ദേവ് വന്നിരിക്കാനുള്ള സ്ഥലമായിരുന്നത്. നീലനിലാവിന്റെ നീലിമയും നെൽക്കതിരുകളോട് കിന്നാരം പറഞ്ഞു വരുന്ന പ്രണയക്കാറ്റും പഞ്ഞിക്കെട്ടുപോലെ പരന്നു കിടക്കുന്ന വിണ്ണും കണ്ണെത്താ ദൂരത്തോളം വ്യാപിച്ചു കിടക്കുന്ന നെൽപ്പാടം. അതിന് മധ്യത്തിലായി താമരക്കുളം കാണുന്നുണ്ട്. നീലപ്രകാശത്തിൽ കാണുന്ന താമരക്കുളത്തിലേക്ക് ചുവടുകളിൽ പുഞ്ചിരി ഉയർത്തിക്കൊണ്ട് ഗൗരി നോക്കി നിന്നു. അവളുടെ മുഖത്തേക്ക് തന്നെ തന്റെ നയനങ്ങൾ ഉറപ്പിച്ചിരിക്കുകയാണ് ദേവ്. ഈറനിറ്റി വീഴുന്ന ഇടതുറന്ന കാർക്കൂന്തൽ അരക്കെട്ടിനെ ദേവിന്റെ കാഴ്ചകളിൽ നിന്നും മറച്ചിരുന്നു. ആ ശ്വാസത്തിനപ്പുറം ഗൗരിയുടെ പെൺഗന്ധവും അവൻ ലാരി പടർത്തി. തന്റെ കരവരലത്തിൽ അവൾ ചേർത്ത് നിർത്താൻ അവന്റെ ഹൃദയം വെമ്പൽ കൊണ്ടു. പെണ്ണെ, കാതോരം ചേർന്നുള്ള അവന്റെ നേർത്ത ശബ്ദം അവൾക്കുള്ളിൽ മഞ്ഞത്തുള്ളിയായി അടർന്നു വീണു. ദേവിന്റെ മുഖഭാവം കണ്ട് സംഗതി സീനാവെന്ന് കണ്ടതോടെ ഗൗരി അവനടുക്കിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചുകൊണ്ട് ചോദിച്ചു, ഏട്ടാ, ആരായി കാവിലപ്പൻ? റൊമാൻസ് മൂഡിൽ വന്ന ദേവിന് കിട്ടിയ നല്ലൊരു ഇടിയായിരുന്നത്. പറയാണ്ട് നിവർത്തിയില്ല. അങ്ങനെ അവൻ കഥ പറഞ്ഞു തുടങ്ങി. കോളേജിൽ പഠിക്കുന്ന കാലത്ത് വീണ ഇരട്ടപ്പേരാണ്. സ്ഥിരമായി കാവിൽ പോയിരിക്കുന്ന കണ്ട് ഫ്രണ്ട്സ് ഇട്ട പേരായിരുന്നു. കാവിലമ്മ എന്നൊക്കെ പറയൂലേ, അതുപോലെ കാവിലപ്പൻ. ഓളൊരു കാവിലപ്പൻ. ചെക്കൻ മയത്തിൽ വരികയായിരുന്നു. അപ്പോഴാ ഓളെ ഒടുക്കത്തെ ചോദ്യം ചോദിച്ച് ദേവിന്റെ ഫ്ലോ പോയി എന്ന് തോന്നിയതോടെ അവൾ അവനിലേക്ക് ചേർന്നിരുന്നു. എന്നാ ഞാനും വിളിക്കും കാവിലപ്പാൻ. ആ, നീ വിളിച്ചോ? നീ ഇപ്പം എൻ്റെ ഭദ്രയുടെ അവതാരമായതുകൊണ്ട് ഞാൻ നിന്നെ അങ്ങനെ വിളിച്ചോണ്ട്. വിടർന്ന ചുവന്ന ചുണ്ടുകൾ കൂട്ടി കൊണ്ട് ദേവിനെ നേരെ അവൾ പരുവത്തോടെ നോക്കിയതും ദേവിന് പോയ ഫ്ലോ തിരിച്ചു വന്നു. ഇരു കവിളിലും അമർത്തി ചുംബിച്ചു കൊണ്ടവൻ അതിരങ്ങളിലേക്ക് പടരാൻ ശ്രമിച്ചതിൽ ഗൗരി അവനെ പിടിച്ചു മാറ്റി. ദേവിന്റെ കുറ്റിത്താടി ഉരസി കവിളിൽ നീറ്റലും ചൊറിയും ഒരുമിച്ച് വന്നതോടെ കൈകൾ കൊണ്ട് മുഖം ചൊറിഞ്ഞു. മുഖം കൂർപ്പിച്ചുകൊണ്ട് അശ്രാന്ത പരിമത്തിൽ ഏർപ്പെട്ട ഗൗരിയെ നോക്കി ദേവ് ഒന്ന് ചിരിച്ചു. പുരികം വളച്ച് എന്താന്ന് മട്ടിൽ ഗൗരി നോക്കുമ്പോൾ ദേവ് അവളെ നോക്കി കണ്ണുറുക്കി. മീശയും പിരിച്ച് വഷളം ചിരിയോടെ ദേവ് അടുത്തേക്ക് വന്നത് ഗൗരി അവിടെ തന്നെ നിന്നു. അതെ, സ്ത്രീശക്തിയേറിയ കഥാപാത്രമാണ് എന്ന നിലയ്ക്ക്. എന്നാ പിന്നെ തുടങ്ങുകയല്ലേ എന്നുള്ള ദേവിന്റെ ചോദ്യത്തിന് എന്ത് എന്ന് ചോദിച്ചതും ഒരു മുഴം മുന്നേ ഗൗരിക്ക് നാക്ക് പുറത്ത് ചാടി. മുഴങ്ങിപ്പോയ ആദ്യരാത്രി നമ്മളെ നോക്കി ചിരിക്കുന്നുണ്ട് പെണ്ണെ. നീ സഹകരിക്കുകയാണെങ്കിൽ ഞാൻ നിന്നിലൊരു വിപ്ലവം തീർക്കട്ടെ. അമ്മേ! ഗൗരി അമ്മയെ അറിയാതെ ഒന്ന് വിളിച്ചു പോയി. എൻ്റെ താലിൽ നീ അതീവ സുന്ദരിയാണ് പെണ്ണെ. ഗൗരിയുടെ നെഞ്ചിൽ കിടക്കുന്ന താലിൽ വിരൽ ചേർത്തുകൊണ്ട് ദേവാളെ മുഖത്തേക്ക് നോക്കി. പ്രണയത്തിന്റെ അലയൊലികൾ ആ കരിനീല കണ്ണുകൾ അവന് കാണാമായിരുന്നു. എന്തിനും ഏതിനും അവൾ തയ്യാറാണെന്ന് അവന് തോന്നി. കുസൃതി ചിരിയോട് അവളെ തന്നിലേക്ക് അടുപ്പിക്കുമ്പോൾ ചെറിയൊരു വിരയലോടെ ഗൗരിയുടെ കരങ്ങളും അവനെ വലയം ചെയ്തിരിക്കുന്നു. തൻ്റെ പ്രണയഭാജനത്തിനോട് തോന്നുന്ന കാമം, ആ വികാരം അവനെ ഒന്നാകെ ഉലച്ചിരുന്നു. പ്രണയത്തിന്റെ മനോഹരമായ നിമിഷം, പ്രണയവും പരിണയവും ഒരുമിച്ച് ചേർന്ന സുന്ദര മുഹൂർത്തം, നിശബ്ദത പ്രണയത്തിന്റെ ഉത്സവം. ദേവ് ഗൗരിയിൽ പടർന്നു കയറിയ സമയം. ദേവ് എന്ന വികാരം ഗൗരിയിൽ നനുത്ത മഴ പെയ്യ്ക്കുകയാണ്. മറ്റാർക്കും വിട്ടുകൊടുക്കാനാവാത്ത വിധം 2 ഹൃദയങ്ങളും ഒരു മെയ്യായി മാറിയിരിക്കുന്നു. സുഖമുള്ളൊരു നോവ് സമ്മാനിച്ച് ദേവ് അവളുടെ നഗ്നമേനിൽ വിപ്ലവം തീർക്കുമ്പോൾ സാക്ഷികളായ നക്ഷത്രക്കൂട്ടുകൾ നാണത്താൽ മിഴി ചെമ്മി തുറന്നു. കാലമേ, കാത്തുകൊള്ളുക. ദൈവവിധിയിൽ ഒരുമിച്ച യുവമിഥുനങ്ങളെ ഞാൻ നിന്നിലേക്ക് സമ്മാനിക്കുന്നു. അപ്പോഴും പൂന്താനത്തെ ഏതോ കോണിൽ നിന്നും ആ മാന്ത്രിക ശബ്ദം വായുവിലൂടെ ഒഴുകി നടക്കുന്നുണ്ടായിരുന്നു. കുളിരായി പെയ്യുന്ന വാക്കല്ല പ്രണയം, വാക്കിൻ്റെ ഉള്ളിലെ നേരാണ് പ്രണയം. തൊട്ടാൽ വിരിയുന്ന പൂവല്ല പ്രണയം, തൊട്ടാൽ ഉതിർന്നു പോം ഹിമഗണം പ്രണയം. നീയാണ് എനിക്ക് തുണ എന്നുള്ള പരസ്പര വിശ്വാസത്തോടെ ഗൗരിയും ദേവും അവരുടെ ജീവിതം തുടങ്ങുകയാണ്. ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളും തരണം ചെയ്യാൻ കൂടെ ഒരാളുണ്ടെന്ന വിശ്വാസം തന്നെ ധാരാളം. അറിയാതെ ചെയ്തു പോയ അപരാധത്തിൽ ഖേദിച്ചു നിന്ന ദേവിന് കൂട്ടായി ഗൗരിയും. പ്രാണനായ പെണ്ണിനെ കൈപിടിച്ച് ദേവും അവിടെ ലോകത്തേക്ക് യാത്രയായി.